നമ്മൾ ഈയിടെ വാർത്തയിൽ നിറഞ്ഞ ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനം. ആ സ്ഥാപനം ഒരു കിടപ്പ് രോഗിയോട് ചെയ്ത ഒരു ക്രൂരത അല്ലെങ്കിൽ ഒരു തെണ്ടിത്തരം, അതിനെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ. ഷാജി മൈലവേലിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ഏഴംകുളത്തുള്ള ജീവകാരുണ്യ സ്ഥാപനം ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് 2 തവണ ഈ പേപ്പർ പേനകൾ വാങ്ങണ്ടായി. 250 പേന, 200 പേന, അങ്ങനെ എന്തൊക്കെയാണ് വാങ്ങിയത്. അപ്പോൾ ഒരിക്കൽ അവർ വിളിച്ചിട്ട് അവർക്ക് 200 പേന വേണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാക്കി വെച്ചിരുന്ന പേനകൾ ഇല്ലായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 ദിവസം സമയം തരണം, ഇപ്പൊ എന്റെ കയ്യിലില്ല, ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. അത് പറ്റില്ല, ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ കിട്ടണം എന്ന് അവർ വാശി പിടിച്ചു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാണ്, ഉണ്ടാക്കി വെച്ചതുണ്ടെങ്കിലല്ലേ തരാൻ പറ്റുള്ളൂ, ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. 2 ദിവസം സമയം തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, പറ്റില്ല, ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടണം എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർ ഫോൺ കട്ട് ചെയ്തിട്ട് പോയി. അതങ്ങനെ അവിടെ അവസാനിച്ചു എന്ന് അദ്ദേഹം വിചാരിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് 250 പേന വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എന്റെ അടുത്ത് ഉണ്ടാക്കി വെച്ചതില്ല, എനിക്ക് കുറച്ച് സമയം തരണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ആയിക്കോട്ടെ, എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ, ഞങ്ങളെ സ്ഥാപനത്തിന്റെ പേരൊക്കെ ലോഗോ ഒക്കെ പ്രിന്റ് ചെയ്തൊരു പേനയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ പേന ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ഇദ്ദേഹം ആരുടെ കയ്യിൽ നിന്നും അഡ്വാൻസ് ഒന്നും വാങ്ങാറില്ല. ഒരു കിടപ്പ് രോഗിനെ പറ്റിക്കേണ്ട കാര്യമൊന്നും നമ്മുടെ നാട്ടിൽ ആർക്കും ഇല്ല എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആരുടെ കയ്യിൽ നിന്നും അദ്ദേഹം ജോലി കഴിഞ്ഞ ശേഷം തന്നെയാണ് കാശ് വാങ്ങാറുള്ളത്. അങ്ങനെ അദ്ദേഹം 250 പേന ഉണ്ടാക്കി പ്രിന്റ് എടുത്തു. സ്ഥാപനത്തിന്റെ പേരൊക്കെ പ്രിന്റ് എടുത്തു, അതൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി. ആ പേന എല്ലാം റെഡിയായ ശേഷം അദ്ദേഹം വാട്സാപ്പിൽ അവർക്ക് ഇതിന്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തു. അവരൊന്നും പ്രതികരിച്ചില്ല. അപ്പൊ അദ്ദേഹം അവരെ വിളിച്ചിട്ട് ചോദിച്ചു, പേന വാങ്ങാൻ എന്നാ വരിക? അപ്പൊ അവർ ഓക്കെ, ഞങ്ങൾ നാളെ വരാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവർ വന്നില്ല. ഇദ്ദേഹം വീണ്ടും വിളിച്ചു. അപ്പൊ അവര് വീണ്ടും എക്സ്ക്യൂസ്, തിരക്കായിരുന്നു, അതാണ്, ഞങ്ങൾ നാളെ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ നാളെ ഇങ്ങനെ നീണ്ടുപോയി. അവർ ഇദ്ദേഹത്തിന്റെ ഫോണ് എടുക്കാതെയായി. അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്, ഇത് അവർ പറ്റിച്ച് ഒരു പ്രതികാര ബുദ്ധിയോടുകൂടെ അന്ന് ആ പേന ചോദിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞതിന്റെ വാശി പുറത്ത് അവർ ചെയ്ത ഒരു തെണ്ടിത്തരാണതെന്ന് ഇദ്ദേഹം അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ഇതിന് ഭയങ്കര വിഷമായി. അദ്ദേഹത്തിനെ സംബന്ധിച്ച് 2500 രൂപയുടെ മുതലാണ്. അദ്ദേഹം ഈ കുറഞ്ഞ പൈസയ്ക്ക് ഇത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകുന്നത്. അപ്പൊ അവര് അങ്ങനത്തെ ഒരു തെണ്ടിത്തരം അദ്ദേഹത്തിനോട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമായി. പക്ഷെ അവരൊരു ജീവകാരുണ്യ സ്ഥാപനമല്ലേ നടത്തുന്നത്, ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്യുന്നല്ലേ, ഒരുപാട് പേരെ സംരക്ഷിക്കുന്നതല്ലേ, ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞ അവരുടെ പേര് മോശമാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അദ്ദേഹം ആരോടും ഇത് പറഞ്ഞില്ല. അദ്ദേഹം 5 വർഷമായിരുന്നു പേപ്പർ പേൻ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ അദ്ദേഹത്തിന് അന്ന് വരെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടേ ഇല്ലായിരുന്നു. എന്തായാലും അദ്ദേഹം ആരോടും പറഞ്ഞില്ല. ഇന്നിപ്പോ ആ സ്ഥാപനത്തിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ, മോശമായിട്ടുള്ള അലിഗേഷൻസ് വരുമ്പോൾ അദ്ദേഹത്തിന് തോന്നി, അദ്ദേഹത്തിനുണ്ടായ അനുഭവം കൂടി പുറത്ത് പറയണമെന്ന് അദ്ദേഹത്തിന് തോന്നി.